അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. അസ്സലാമു അലൈക യാ അബി. പ്രിയപ്പെട്ട ഉപ്പ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. 1.5 പവൻ സ്വർണം വാങ്ങി ഉമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ 3 പോത്തിനെ വാങ്ങിയറുത്ത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഈ സ്വർണം വിറ്റാൽ മതി. അത് ഞായറാവും ഉണ്ടാവുക. വീട്ടുമുറ്റത്ത് ഇന്റർലോക്ക് വിരിച്ച ശേഷം പറഞ്ഞു, ഈ മുറ്റത്ത് വെച്ച് എൻ്റെ മയ്യത്ത് നിസ്കാരം നടക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളോട് മയ്യത്ത് നിസ്കരിക്കാൻ വരാൻ പറയണം. എനിക്ക് വെള്ളിയാഴ്ച രാവിൽ മരിക്കണം. എൻ്റെ ഖബർ ഉസ്താദും ഭാര്യാപിതാവും സമസ്ത മുശാവറ അംഗവുമായിരുന്ന PC കുഞ്ഞാലിൻകുട്ടി മുസ്ലിയാരുടെ ഖബറിന് അടുത്താണ് ആഗ്രഹം. ഇങ്ങനെ നീളുന്നു ഉപ്പാൻ്റെ വസിയത്തും ആഗ്രഹങ്ങളും. അൽഹംദുലില്ലാ, എല്ലാം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു. 8 വർഷത്തിലധികം ഡയാലിസിസ് ചെയ്തു. എൻ്റെ രോഗത്തിനും ക്ഷീണത്തിനും പരിഹാരം സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കലാണെന്ന് പ്രസംഗിക്കുകയും ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്തു. ശംസുലോലമയെ അതിരറ്റു സ്നേഹിക്കുകയും അവരിൽ നിന്ന് ചില സിറുകൾ കൈപ്പറ്റുകയും ചെയ്തു. ചെറുശ്ശേരി ഉസ്താദുമായും വലിയ ബന്ധം സ്ഥാപിച്ചു. മസ്അല വിഷയങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തു. സയ്യിദുൽ ഉലമയെ അളവറ്റ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. പണ്ഡിതന്മാരും സാധാരണക്കാരും സംശയ നിവാരണത്തിനായി ഉപ്പയെ സമീപിച്ചു. ഞങ്ങൾ മക്കളെ ഇൽമുമായി ബന്ധിപ്പിച്ചു. 3 ആൺമക്കളെ ഫൈസിമാരാക്കി, അതിലൊരാളെ ഹാഫിളുമാക്കി. 2 പെൺമക്കളെയും പണ്ഡിതന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. നിരവധി പണ്ഡിത ശിഷ്യന്മാരെ വാർത്തെടുത്തു. ഇബാദത്തിനാൽ ജീവിതം ധന്യമാക്കി. കർമ്മശാസ്ത്രത്തിൽ കർശന നിലപാടായതിനാൽ ഏത് പ്രയാസവേളയിലും സുന്നത്ത് നിസ്കാരം പോലും കസേരയിലോ ഇരുന്നോ നിസ്കരിക്കാൻ ശ്രമിക്കാതെ നിന്ന് തന്നെ നിസ്കരിച്ചു. കിഡ്നി പ്രോബ്ലം വന്ന് ഡയാലിസിസ് ചെയ്യാൻ വിധിക്കപ്പെട്ടപ്പോൾ മാനസികമായും സാമ്പത്തികമായും വലിയ പ്രയാസം നേരിട്ടപ്പോൾ വാവാട് ഉസ്താദ് ധൈര്യം നൽകിയും പ്രാർത്ഥിച്ചും പിന്തുണ നൽകി. വാവാട് ഉള്ള ഒരു ഹാജിയാർ ഡയാലിസിസിനുള്ള പണം ഹോസ്പിറ്റലിൽ നൽകി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവരുടെ മകൻ 1 വർഷത്തെ പണം നൽകി. പിന്നീട് 1 വർഷം പണം നൽകിയത് VM ഉമ്മർ മാസ്റ്ററാണ്. ശേഷം സൗജന്യമായി മാനിപുരം ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററും. നന്ദിയും കടപ്പാടും അതിലേറെ പ്രാർത്ഥനയും എന്നും ഉണ്ടാകും. ഉപ്പാക്ക് ഹിദ്മത്ത് ചെയ്യാൻ മക്കൾക്ക് അവസരം കുറവായിരുന്നു. ഒരു വലിയ സംഘം എന്നും ഒപ്പമുണ്ടായിരുന്നു. പല നാട്ടുകാർ, ശിഷ്യന്മാർ, ഉപ്പയെ വല്ലാതെ സ്നേഹിച്ച ഒരു സമൂഹം എന്നും പ്രാർത്ഥനയിൽ ഉണ്ടാവും ഇൻഷാ അള്ളാഹ്. ഉപ്പയുടെ ജനനം 1955. ഭൗതിക വിദ്യാഭ്യാസം SSLC ഉന്നത വിജയം. മതപഠനം 1971 പുതിയോത്ത് PC കുഞ്ഞാലിൻകുട്ടി മുസ്ലിയാരുടെ ദർസിൽ 7 വർഷം. തുടർന്ന് 1980 ജാമിഅ നൂരിയയിൽ നിന്നും ഫൈസി ബിരുദം. മുദരിസ് സേവനം 15 വർഷം വാവാട് ദർസിൽ അണ്ടോണ അബ്ദുള്ള മുസ്ലിയാരുടെ കീഴിൽ 2ാം മുദരിസ്. തുടർന്ന് 4 വർഷം ചാലിയം സിദ്ദീഖ് പള്ളി മുദരിസ്. തുടർന്ന് അണ്ടോണ 10 വർഷവും കുടുക്കിലുമാരത്ത് 5 വർഷവും മങ്ങാട് 2 വർഷവും 3 വർഷം പുത്തൂർ വെള്ളാരം ചാലിൽ പള്ളിയിലും മുദരിസായി സേവനം ചെയ്തു. സമസ്ത മുശാവറ അംഗം, കോഴിക്കോട് ജില്ലാ സമസ്ത ട്രഷറർ, കോഴിക്കോട് ജില്ലാ ജംഇയ്യത്തുൽ മുദരിസീൻ പ്രസിഡന്റ്, സമസ്ത കൊടുവള്ളി മണ്ഡലം പ്രസിഡന്റ്, ഓമശ്ശേരി പഞ്ചായത്ത് SMF പ്രസിഡന്റ്, ഷിആറുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ്, നടമ്പൽപോയിൽ ടൗൺ ജുമാ മസ്ജിദ് ട്രഷറർ, ഓമശ്ശേരി സഹജാരി മെഡിക്കൽ സെന്റർ മുഖ്യ രക്ഷാധികാരി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉസ്താദുമാർ: കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, KK ഹസ്രത്ത്, ആലിക്കുട്ടി ഉസ്താദ്, MT അബ്ദുള്ള മുസ്ലിയാർ, PC കുഞ്ഞാലിൻകുട്ടി മുസ്ലിയാർ. അവസാന ആഴ്ചകളിൽ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ പ്രധാന മക്കാമുകളിൽ സിയാറത്ത് നടത്തി മരണത്തിലേക്ക് ധൃതി കൂട്ടുകയായിരുന്നു. ജീലാനി തങ്ങളും ഏറെ ഇഷ്ടപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും അത്തിപ്പറ്റ ഉസ്താദും മറ്റു പ്രമുഖരും വഫാത്തായ അതേ മാസത്തിൽ ഉപ്പയും യാത്ര പോയി. കാലിനു വന്ന വേദന അസഹ്യമായപ്പോൾ വിവിധ ഹോസ്പിറ്റലുകളിൽ കാണിച്ചെങ്കിലും ശമനം കിട്ടാതെ വന്നപ്പോൾ 2023 നവംബർ 8 ബുധൻ രാവിലെ കോഴിക്കോട് വെള്ളിമാട് കുന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. പെയിൻ കില്ലർ പ്രോബ്ലം ആയതുകൊണ്ട് ഇഞ്ചക്ഷൻ അടിച്ചു. ബുധൻ വൈകുന്നേരം 5 മണിയോടെ മയക്കത്തിലായി. വ്യാഴം ഉച്ചവരെ ആ നില തുടർന്നു. ഉച്ചയ്ക്ക് ശേഷം ഡയാലിസ് ചെയ്തപ്പോൾ ബോധം തിരിച്ചു വന്നു. കണ്ണു തുറക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. രാത്രി 8 മണിക്ക് ശേഷം ഞങ്ങൾ റൂമിൽ മജ്ലിസുന്നൂർ ചൊല്ലി യാസീൻ ഓതി ദുആ ചെയ്തു. കൂടെ ഉപ്പയും പതിയെ ചൊല്ലുന്നുണ്ടായിരുന്നു. പിന്നെ ശംസുൽ ഉലമയുടെ പേരിലുള്ള മൗലിദ് മുഴുവനായും പാരായണം ചെയ്തു. 9:30 ഉപ്പയുടെ അവസ്ഥ മാറി. ഞങ്ങൾ യാസീനും ആയത്തുൽ കുർസിയും മറ്റു സൂറത്തുകളും ദിക്റുകളും ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഉപ്പയുടെ ശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ വന്നു നെഞ്ചിൽ അമർത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അനുവദിച്ചില്ല. പലവട്ടം കലിമ ചൊല്ലിക്കൊടുത്തു. അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഉപ്പ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഡോക്ടർ ഞങ്ങളോട് ഇനി വെന്റിലേറ്റർ ഉപയോഗിക്കുകയല്ലാതെ നിർവാഹമില്ലെന്നും സമ്മതം നൽകാനും ആവശ്യപ്പെട്ടു. വല്ല പ്രതീക്ഷയും ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ വെന്റിലേറ്റർ ആവശ്യമില്ലെന്നും ഉപ്പയെ ഞങ്ങൾക്ക് വിട്ടുതരാനും ഞങ്ങൾ ആവശ്യപ്പെട്ടു. അവർ സമ്മതിച്ചു. കുറെ ആളുകൾ അപ്പോൾ ഹോസ്പിറ്റലിലെത്തി. എല്ലാവരും ഖുർആൻ പാരായണത്തിൽ മുഴുകി. എല്ലാം കേട്ട് കലിമയും ചൊല്ലി പുഞ്ചിരിച്ച് 2023 നവംബർ 9 റബിയുൽ-ആഖിർ 25 രാത്രി 10:57 വെള്ളിയാഴ്ച രാവിൽ ഉപ്പ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. PC ഉസ്താദിന്റെ മകൾ ആയിഷയെയാണ് ഉപ്പ വിവാഹം ചെയ്തത്. എനിക്ക് പുറമെ മുഹമ്മദ് അലി ഫൈസി, മുഹമ്മദ് അഷ്റഫ്, മുഹമ്മദ് സിദ്ദീഖ് ഫൈസി, ഫാത്തിമ സുഹറ, ഖദീജത്തുൽ കുബ്ര എന്നിവർ മക്കളും, സുലൈമാൻ മുസ്ലിയാർ അമ്പലക്കണ്ടി, അബ്ദുൽ സമദ് ഫൈസി പാലോളി, സൈനബ നരൂക്കിൽ, സാജിദ കൊയിലാട്ട്, ഹഫ്സ മുണ്ടാട്ട്, ഹസ്ന നസ്രിൻ മടവൂർ മരുമക്കളുമാണ്. ഉപ്പ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നു. വെള്ളിയാഴ്ച രാവിൽ തന്നെ മരണപ്പെട്ടു. വീട്ടുമുറ്റത്ത് നിന്ന് 10 തവണ മയ്യിത്ത് നിസ്കാരം നടന്നു. സയ്യിദുൽ ഉലമയും ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരും മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഉപ്പ വളരെ ഇഷ്ടപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും മയ്യിത്ത് നിസ്കരിക്കാൻ വന്നു. ഉപ്പ സമസ്തയുടെ 100ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ ഏറെ കൊതിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഈ 3 ദിവസം സമസ്തയുടെ സമ്മേളനം ആയിരുന്നു. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ നിരവധി സയ്യിദന്മാരും മഹാന്മാരായ ഉസ്താദുമാരും നേതാക്കളും ഉപ്പയെ സ്നേഹിക്കുന്ന ആയിരങ്ങളും ഇവിടെ വന്ന് ദുആ ചെയ്തു പോയി. ഉപ്പ ഇന്ന് ഞായറായിരുന്നു. ഉപ്പ പറഞ്ഞതുപോലെ 3ന്റെ ദിവസം. ആ പൊന്ന് വിറ്റു ഉപ്പ. വലിയ പരിപാടി നടത്തി ആയിരങ്ങൾ പങ്കെടുത്തു. ഉപ്പാക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്തു. ഉപ്പ കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരും ശിഷ്യന്മാരും പല നാട്ടിലുമുള്ള സ്ത്രീ പുരുഷന്മാർ ഉപ്പാക്ക് വേണ്ടി ധാരാളം ഖുർആൻ ഖത്തമോതുകയും കോടിക്കണക്കിന് തഹ്ലീൽ ചൊല്ലുകയും ചെയ്തു. മയ്യിത്ത് നിസ്കാരത്തിനും ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഉപ്പ ആഗ്രഹിച്ച പോലെ ഖബർ PC ഉസ്താദിന്റെ താഴെ ഭാഗത്ത് തന്നെയാണ് ഉപ്പ. ഇതെല്ലാം കണ്ടപ്പോൾ ആ ഖബറിൽ ഞാനായിരുന്നെങ്കിൽ എന്ന് അസൂയയോടെ വിചാരിച്ചു പോയി ഉപ്പ. എല്ലാവരും കരഞ്ഞുപോയി ഉപ്പ മരിച്ചത് അറിഞ്ഞപ്പോൾ. ഇത്രയധികം ആളുകൾ ഉപ്പയെ സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഉപ്പ. പ്രവാസികൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു ഉപ്പ. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. ഞങ്ങൾ ഒറ്റപ്പെട്ടു ഉപ്പ. ഒറ്റക്കാവുമ്പോൾ ഉള്ളം പിടയുന്നു. ഒരു ഉപ്പയല്ല പോയത്, വലിയ പ്രകാശമാണ് നഷ്ടമായത്. സഹിക്കാൻ കഴിയുന്നില്ല വിധി. ഒരു അപേക്ഷ മാത്രം, സിറാത്ത് പാലം കടക്കുമ്പോൾ ഞങ്ങളെ കയ്യും പിടിച്ച് പോകണേ. അസ്സലാമു അലൈക്കും യാ അബി. ഉപ്പയുടെ മരണവാർത്ത അറിഞ്ഞ് വീട്ടിൽ വന്നവർ, മയ്യിത്ത് നിസ്കരിച്ചവർ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ജനപ്രതിനിധികൾ, നേതാക്കൾ, ദുആ ചെയ്തവർ, ഖുർആൻ ഖത്തമോദിയവർ, തഹ്ലീൽ ചൊല്ലിയവർ, ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്ത വിഖായ പ്രവർത്തകർ, ഈ 3 ദിവസം വീട്ടിൽ എല്ലാ സഹായങ്ങളും ചെയ്ത അയൽവാസികൾ, കുടുംബക്കാർ, വിദേശങ്ങളിൽ മയ്യിത്ത് നിസ്കരിച്ചവർ, ദുആ ചെയ്തവർ, ചികിത്സിച്ച ഡോക്ടർമാർ, ഡയാലിസിസ് സെന്ററിലെ സ്റ്റാഫുകൾ, എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.